പടം സൂപ്പർ ഹിറ്റാണ്. ഒരു 700 കോടി കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. ഇന്റർവെൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തരിച്ച അനിരുദ്ധ് മ്യൂസിക്കും കോരിത്തരിച്ച സംഭവം. പിന്നെ കപാലി പോളം നല്ല അതുകാട്ടും മൂഡ് പടണം. രജനികാന്ത് കിടക്കി സൗബിനെടുത്ത് വരണം. സൗബിനെ കുറെ റോള് കിട്ടും. അവിടെ നമ്മൾ ജയിൽ സിനിമ കാണുന്ന രീതി കാണല്ലേ, അതൊക്കെ ബോളിലാണ് വേറെ രീതിയിലാണ്. നമ്മുടെ ഒരു പേട്ട ഭാഷ ആ വേറെ ഇന്റർവ്യൂ വേറൊരു മാസ്, ഇന്റർവ്യൂ കഴിഞ്ഞ് വേറൊരു മാസ്, പിന്നെ ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ് അമേരിക്കാൻ വേറൊരു മാസ്. ഒരു രക്ഷയില്ല. ആ സമയത്ത് ഇടയ്ക്ക് രജനീകാന്തിന് സകല ഒരു നെഗറ്റീവ് ആണെങ്കിലും അത് മാസ്, ഒരു രക്ഷയില്ല. പടം സൂപ്പർ ഹിറ്റാണ്. ഒരു 700 കോടി കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. കിടിലം സാധനം. ലോകേഷ് കനകരാജ്, അനിരുദ്ധ് ഒരു രക്ഷയില്ല, രജനീകാന്ത്, നാഗാർജുന, സത്യരാജ്, ശ്രുതിഹാസൻ തുടങ്ങിയിട്ടുള്ള ഉപേന്ദ്ര, അമീർ ഖാൻ തുടങ്ങിയിട്ടുള്ള ഒരു വമ്പൻ താരനിര. പടം ബമ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഒരു 700 കോടി കളക്ട് ചെയ്യും. BGM ഒക്കെ പൊളി, ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും അടിപൊളി, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. എക്സ്പെക്ടേഷൻ്റെ കാര്യം എനിക്കറിയില്ല. എനിക്കത് ആദ്യത്തെ 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ സിനിമയുടെ ഒരു പാറ്റേണിലേക്ക് ഇന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജയിലർ പാറ്റേൺ അല്ല ഈ സിനിമ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സ്റ്റൈലും സംഭവങ്ങളും കൂടുതലും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ഒരു മിതത്വമുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അതിൽ ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കുള്ള കുറേ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ലോകേഷ് പടം, രജനി പടം രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഫിലിം. പക്ഷെ നമ്മൾ ജയിലർ കാണുന്ന പോലെ രജനി പടമല്ല. എനിക്ക് ജയിലറിലൊക്കെ സെക്കൻഡ് ഇന്റർവെൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തരിച്ച അനിരുദ്ധ് മ്യൂസിക്കും കോരിത്തരിച്ച സംഭവം. ആ സാധനമല്ല ഇതിലൊരു നമുക്ക് കവാലീന എലമെന്റുകൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ഇപ്പോഴും ആ സ്വാഗ് വെച്ച് ഒരിക്കലും അതൊരു മോശം പടമല്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ വേറൊരു മീറ്ററുള്ള സിനിമ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ടുവേർഡ്സ് ആൻഡ് എനിക്ക് എലമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അമീർ ഖാൻ, രജനീകാന്ത് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ 2 വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നിച്ച സീനുകളൊക്കെ കാണുന്നത് എനിക്കൊരു ഭയങ്കര യൂഫോറിയ. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഈ പടം ഈ ഓണത്തിന്റെ പ്രശ്നം കയറും. പിന്നെ കപാലി പോളം നല്ല അതുകാട്ടും മൂഡ് പടണം. രജനികാന്ത് കിടക്കി. പിന്നെ സാഹിബിന്റെ വെറൈറ്റി വില്ലൻ അത് മാസമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ലാഗുണ്ട്. ഇത് തള്ളാൻ വേണ്ടി പറഞ്ഞില്ല, പക്കേന് അവസാനം പൊളിച്ചടുക്കി. വേറെ ഇതല്ല, പ്രശ്നം തൂക്കും. എന്തായാലും മാസ് കിടക്കാച്ചയാവും.